ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച UDF 3.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDFന്റെ ഉരുക്ക് കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ അടിയറവ് വെച്ചതോടെ ജില്ലയിൽ UDF സമ്പൂർണ്ണ ആധിപത്യമാണ് ഉറപ്പിച്ചത്. 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ തൊടുപുഴയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് 44,291 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. കാൽ നൂറ്റാണ്ടായി ഇടുക്കി മണ്ഡലം കൈവശം വെച്ചിരുന്ന മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ 23,822 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിലെ റോയ് കെ പൗലോസാണ് വിജയിച്ചത്. ഇടുക്കിയിലെ മറ്റ് മണ്ഡലങ്ങളിലും സമാനമായ രാഷ്ട്രീയ അട്ടിമറികൾ അരങ്ങേറി. കഴിഞ്ഞ 25 വർഷമായി CPM കുത്തകയാക്കി വെച്ചിരുന്ന ഉടുമ്പൻചോല മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ സേനാപതി വേണു 20,021 വോട്ടുകൾക്കാണ് ജയചന്ദ്രനെ അട്ടിമറിച്ചത്. MM മണി 38,305 വോട്ടുകൾക്ക് 2021 വിജയിച്ച മണ്ഡലമാണിത്. CPMന്റെ മറ്റൊരു ശക്തികേന്ദ്രമായ ദേവികുളത്ത് സിറ്റിംഗ് MLA-യായ A രാജയെ 5,233 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കോൺഗ്രസിലെ F രാജ അട്ടിമറി വിജയം നേടി. വാശിയേറിയ പോരാട്ടം നടന്ന പീരുമേട്ടിൽ CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാറിനെ 27,634 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ സിറിയക് തോമസ് പരാജയപ്പെടുത്തിയത്. കുമളി മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി ഉത്സവത്തിൽ ഇത്തവണ 23,693 ഭക്തർ പങ്കെടുത്തു. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിൽ കേരളവും തമിഴ്നാടും സംയുക്തമായാണ് പൂജകൾ നടത്തിയത്. 2000-ഓളം വർഷം പഴക്കമുള്ള ഇവിടേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരെത്തി. ക്ഷേത്രത്തിലെ 2 ശ്രീകോവിലുകളിലും പുലർച്ചെ 5:30 ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ശ്രീകോവിലിലും ഉപദേവതകളായ ഗണപതി ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലിലും കേരള രീതിയിലാണ് പൂജകൾ നടന്നത്. തൊട്ടടുത്തുള്ള 2ാമത്തെ ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളും നടന്നു. കണ്ണകീദേവിയുടെ ദർശനപുണ്യം നേടിയ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിച്ചു. രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാകവാടം ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകി മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ പ്രവർത്തനം ആരംഭിച്ചു. മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം നൽകുന്നതാണ് ഈ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഡബിൾ ലൈൻ ഗ്ലാസ് വാച്ച് ടവർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. 3.60 കോടി രൂപ ചെലവഴിച്ചാണ് ടവറിന്റെ നിർമ്മാണം. ഒരേ സമയം 30 പേർക്ക് ടവറിൽ കയറി കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. വാഗമണ്ണിന് ശേഷം ഇടുക്കി ജില്ലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ DTPC നടപ്പാക്കുന്ന 2ാമത്തെ ഗ്ലാസ് വാച്ച് ടവർ പദ്ധതിയാണിത്. മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. പെരിയാർ കടുവാ സങ്കേതത്തിൽ ആദ്യമായി നീലക്കുറിഞ്ഞി പൂവിട്ടു. സങ്കേതത്തിനുള്ളിലെ മംഗളാദേവി വനമേഖലയിലാണ് 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലവസന്തം ദൃശ്യമായത്. പശ്ചിമഘട്ട മലനിരകളുടെ അപൂർവ കാഴ്ചയായ നീലക്കുറിഞ്ഞികൾ ഇതാദ്യമായാണ് പെരിയാർ കടുവാ സങ്കേതത്തിൽ പൂവിടുന്നത്. മംഗളാദേവി ഭാഗത്തെ നിശ്ചിത പ്രദേശത്ത് കുറിഞ്ഞിച്ചെടികൾ വ്യാപകമായി പൂവിട്ടിട്ടുണ്ട്. വനം വകുപ്പ് ജീവനക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വനത്തിനുള്ളിൽ എത്തിയപ്പോഴാണ് ഈ വർണ്ണക്കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. നിലവിൽ കുറിഞ്ഞി പൂത്ത മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ സങ്കേതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറിഞ്ഞിച്ചെടികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിൽ ഇവ പൂക്കാൻ സാധ്യതയുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.